ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് വീട്ടമ്മമാരായ നമുക്ക് ഒരു ദിവസം മുഴുവനും സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമുക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കി വെക്കേണ്ടത്. നമ്മുടെ മനസ്സിന് ആരും വന്ന് പറയില്ല, അതാ നീ സന്തോഷിച്ചോ, നീ സന്തോഷമായിട്ടിരിക്കുമെന്ന് ആരും പറയില്ല. ആരും വന്ന് നമ്മളെ സന്തോഷിപ്പിക്കില്ല അല്ലേ. നമ്മുടെ സന്തോഷം നമ്മൾ സന്തോഷിക്കണമെങ്കിൽ അതിനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സന്തോഷിപ്പിക്കാനേ പറ്റുള്ളൂ. അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് അത് ചെയ്യണം. രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ പെട്ടെന്ന് സടാപിടാന്ന് എണീക്കാതിരിക്കുക. ആദ്യം തന്നെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായി വിചാരിച്ച്, നല്ല കാര്യങ്ങൾ വിചാരിച്ച്, സാവധാനം പോലെ നല്ല മനസ്സോടെ നമ്മൾ എണീക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പൂജാമുറിയിൽ പോയി നമുക്കൊന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും അല്ലേ. അത് കഴിഞ്ഞു നമ്മൾ പുറത്ത് ഡോറ് തുറന്ന് പുറത്തൊക്കെ ഒന്ന് പോയി നമ്മുടെ നല്ല ഫ്രഷ് എയർ കൊണ്ട് രാവിലെ തന്നെ നല്ലൊരു ഏഹ്, സന്തോഷം തന്നെയാണ് നമുക്ക്. പുറത്തൊക്കെ പോയി പൂക്കളും നമ്മുടെ ചെടികളും നമ്മുടെ പച്ചക്കറികളും അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമല്ലേ. ആ പൂക്കൾ ചിരിക്കുമ്പോൾ നമുക്കെന്ത് സന്തോഷമാണ്. അതപ്പോഴും തന്നെ നമുക്ക് തന്നെ നമ്മളറിയാതെ ചിരിച്ചു പോകുമല്ലേ. അതുപോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നത് എന്തായി, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി, വലുതായോ പൂവായോ കായായോ, അതിന് വളം കൊടുക്കാറായോ വെള്ളം കൊടുക്കാറായോ, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അതിനെ നനയ്ക്കാം, അതിന് വേണ്ട വളങ്ങൾ കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം കിട്ടൂല്ലേ. എൻ്റെ പച്ചക്കറികളൊക്കെ ഇതുമാതിരിയായി കേട്ടോ. അപ്പം ഞാനതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ. ഇപ്പോൾ പച്ചക്കറിക്ക് ഞാൻ വളമൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഒരു വളം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വയ്ക്കുന്നതാണ്. അതിൻ്റെ മണ്ണൊക്കെ മാന്തി അതിന് വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടില്ലേ. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആവില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് എക്സർസൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എക്സർസൈസ് ചെയ്യാം, മെഡിറ്റേഷനോ യോഗയോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. എല്ലാവർക്കും എന്താണ് അവരവരനുസരിച്ച് അവരവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലൊരു സന്തോഷം തന്നെ നമുക്ക് കിട്ടൂല്ലേ. എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ആവില്ല. അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവരവരെന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് എല്ലാത്തിനും നമുക്ക് പ്ലാനിങ് വേണം അല്ലേ. എല്ലാ വീട്ടമ്മമാരും ഒരുപോലെ ആവില്ല. എല്ലാ വീട്ടമ്മമാർക്ക് ഉള്ള കിച്ചണിലെ ജോലി ഒരുപോലെ ആവില്ല. ചിലവർക്ക് കുട്ടികളൊക്കെ ചെറുതാവും, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ഒരുക്കണം, ഹസ്ബൻഡിന് ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും രാവിലെ പുറത്ത് പോകാനും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലാത്തവർക്ക് എല്ലാ കാര്യത്തിനും പ്ലാനിങ് വേണം. നാളെ എന്താണ് കുട്ടികൾക്ക് കൊടുത്തേക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ തയ്യാറാക്കല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കും, അത് കുട്ടികൾക്ക് കൊടുക്കും. ഇന്ന് ഏറെക്കുറെ കുട്ടികളൊക്കെ എനിക്ക് തോന്നണേ അവരുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് തയ്യാറാക്കി വെക്കണം. നമ്മുടെ ഇഷ്ടത്തിന് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും അത് കഴിക്കില്ല. അപ്പോൾ അവരെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ചില വീട്ടമ്മമാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലാത്തവർക്ക് ഇതിപ്പം നമ്മൾ സാധാരണ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാലേ കൂട്ടി തന്നെ തലേ ദിവസം തന്നെ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടി തയ്യാറെടുപ്പ് വേണം. അല്ലാതെ നമ്മൾ രാവിലെ കിച്ചണിൽ എണീറ്റ് വന്ന വഴിക്ക് അയ്യോ എന്താ ചെയ്യുന്നത്, എന്താ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നെന്താ ഉച്ചയ്ക്ക്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അന്വേഷിച്ചാൽ ഒരു കാര്യം നടക്കില്ല. ആകെ ബേജാറാവും. ഒരു കാര്യവും നടക്കില്ല. ആകെ നമുക്ക് ടെൻഷനാവും. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി നമ്മൾ കണ്ടുവച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായി. വീട്ടിൽ അടിക്കുക, തുടയ്ക്കുക, തുണി കഴുകുക, എന്തൊക്കെയാണ് നമുക്ക് ജോലി ചെയ്യാമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്യാം. ഇപ്പോൾ വറുത്തരച്ചൊക്കെ വയ്ക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോകുമ്പോഴേക്കും വേഗം തന്നെ വറുത്തരച്ച് വയ്ക്കാം. തേങ്ങ അരച്ച് വയ്ക്കേണ്ട കറിയാണെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തേങ്ങ അരയ്ക്കാം വറുത്തരയ്ക്കാം എന്നൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. കറണ്ടിനെ ആശ്രയിച്ച് നിന്നാൽ നമുക്ക് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമൊക്കെ പോയി അന്നത്തെ കാര്യം ആകെ ചടപടിയായി അല്ലേ. അപ്പോൾ അതിനുള്ള വഴി വയ്ക്കാതെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ല ഇപ്പം മാർക്കറ്റിൽ പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിങ് ഉണ്ടാവുമല്ലോ. മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോവുക. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്ലാനിങ് ചെയ്ത് എന്താണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്ലാനിങ് വേണം. അല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുകയുള്ളൂ.
ഇന്നിപ്പോൾ എനിക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാനപ്പോൾ ഉപ്പുമാവിൻ്റെ പരിപാടി നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചിരുന്നു. ദാ ഉപ്പുമാവ് ഉണ്ടാക്കി. എല്ലാവർക്കും ഒരുപോലെ ആവില്ല. പുട്ടാവും അല്ലെങ്കിൽ ദോശയാവും. എന്താണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് തയ്യാറാക്കി വെക്കുക. ദാ ഉച്ചക്കൽക്കുള്ളതും നമുക്ക് മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. ഉച്ചയ്ക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തയ്യാറെടുപ്പ് കഴിഞ്ഞു. ഉച്ചക്കൽക്കുള്ളതും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിനും തയ്യാറെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരും അതുപോലെ ചിന്തിച്ച് ഉച്ചക്കൽക്കുള്ളതും നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് ഓരോ സമയം ഓരോ മിനിറ്റും ഓരോ മണിക്കൂറിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. അല്ലാണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യം നടക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനാകെ ബേജാറാവും, സന്തോഷമൊക്കെ പോകും. അപ്പോൾ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ പ്ലാനിങ്ങോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതാ ഇപ്പോൾ രാവിലത്തെ ഉപ്പുമാവ് റെഡിയായി. അതിനുശേഷം ഉച്ച കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലേ. ഉച്ച കഴിഞ്ഞ് വെയിലാറി നമുക്ക് കുറച്ച് നേരം അപ്പോഴും കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനതിന് വേണ്ടി കുറച്ച് പച്ചക്കറി വിത്തുകളൊക്കെ കുറച്ച് മുളകും തൈ, തക്കാളി തൈയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. വീട്ടിൽ നമുക്ക് പച്ചമുളക് വാങ്ങിക്കുമ്പോഴും തക്കാളി വാങ്ങിക്കുമ്പോഴും ഒക്കെ നമുക്ക് അതിൻ്റെ തൈയെടുത്ത് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് തൈയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. മണ്ണൊക്കെ ഇളക്കി അതിൽ കുറച്ച് ദിവസം മുന്നേ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. കുമ്മായൊക്കെ തുള്ളി വെച്ചിരുന്നു. ഇതാ അപ്പോൾ ഇവിടെ ഒരു 1, 2 ചെറിയ കുഴിയൊക്കെ എടുത്തു. അതിലൊരു മുളകും തൈ വെച്ച് കൊടുത്തു. അതിന് ശേഷം വേറെ ഒരു കുഴി എടുത്തു. അതിന് ശേഷം നനച്ചു കൊടുത്തു. പിന്നെ വേറൊരു കുഴി എടുത്തു. വീണ്ടും ഒരു കുഴി എടുത്തു. അതിൽ ഒരു തക്കാളി തൈ വെച്ച് കൊടുത്തു. അപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാതെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ തന്നെ മനസ്സിന് സന്തോഷം കിട്ടും. നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷമില്ലാതിരിക്കുക. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അതൊക്കെ നോക്കുക. വീണ്ടും ഒരു തക്കാളി തൈ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പ്ലാനിങ് വെച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കണം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും. ആരും നമ്മുടെ മനസ്സിൽ കയറി നീ സന്തോഷിച്ചെന്നും പറഞ്ഞ് ആരും നമ്മളെ സന്തോഷിപ്പിക്കില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തി അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷമായി. അതിന് ശേഷം ഇപ്പം നമുക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് രാത്രിയായി. അപ്പം നമുക്കറിയാം ഇന്നത്തെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇന്ന് നടന്നു. നമുക്ക് ദൈവത്തിനോട് ഒരു നന്ദിയും പറയാം അല്ലേ. നമ്മളിന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു അതൊക്കെ ഒരു കുഴപ്പവും കൂടാതെ നമ്മൾ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. നമുക്കും സന്തോഷമായി. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിനോട് ഒരു നന്ദി വാക്കും പറയാം. നമ്മൾ ഹാപ്പിയായി, നല്ല സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.